വ്ളോഗർമാരെ കൊണ്ട് ഒരുപാട് ശല്യങ്ങളുണ്ടാകുന്നുണ്ട് ആളുകൾക്ക്. അവർ ചെറിയ പിക്യുനറി ബെനിഫിറ്റിന് വേണ്ടിയാണ് ഈ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും. അതല്ലാതെ നന്മയ്ക്ക് വേണ്ടിയൊന്നും അല്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അവർ ഈ മനുഷ്യ നന്മയ്ക്കൂടെ വേണ്ടി ഇത് ചെയ്താൽ കുഴപ്പമില്ല. അതിന് പകരം അവർക്ക് വ്യൂവർഷിപ്പ് കിട്ടാനും അതിൽ നിന്ന് വരുമാനം കൂട്ടാനുമായിട്ട് എന്ത് തോന്നിവാസങ്ങളും കാണിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ നിലവിലുണ്ട്. അത് യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. അവസാനം വന്ന അതിൻ്റെ ഒരു ഇരയായത് ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാളൊരു ബസ്സിൽ കയറി, അത്രയേ ഉള്ള അയാൾ ചെയ്ത കുറ്റം. കയറിയപ്പോൾ അവിടെ ഷിംജിത എന്ന് പറയുന്ന ഒരു 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 ലേഡി, ബാക്കി ഞാൻ അത് കോഴിക്കോട്ടുകാരിയാണ്, വ്ളോഗറാണ്. വ്ളോഗറുടെ ദേഹത്ത് സ്പർശിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അയാൾ ലൈംഗികമായിട്ട് സ്പർശിച്ചു എന്നുള്ള ഒരു രീതിയിൽ ആ വീഡിയോ ഒക്കെ എടുത്തങ്ങ് കൊടുത്തു. മുഴുവൻ നാട്ടുകാരെ മുഴുവൻ കാണിക്കുകയാണ് എടുത്തിട്ട്. ഈ പാവപ്പെട്ട മനുഷ്യനെ, അതായത് അവസാനം എന്താ വീഡിയോ എടുത്ത എന്താണ് നോക്കിയപ്പോൾ ഇത് ഇവളുടെ ദേഹത്ത് തട്ടുന്നെങ്കിൽ അപ്പോൾ അന്നേരം അത് റിയാക്ട് ചെയ്യണം. അത് ചെയ്യുന്നില്ലല്ലോ, അങ്ങനല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ വീണ്ടും തട്ടാൻ. അയാൾ തട്ടിയൊന്നുമില്ല. ആ വീഡിയോ ഇവിടെ എല്ലാം വൈറലാണ്, ഞാനും കണ്ടു. അതിനകത്ത് അബദ്ധത്തിൽ എങ്ങാനും ചിലപ്പോൾ അയാളെ ദേഹം എങ്ങാനും ഇന്ന് കൊണ്ടു കാണുമെന്നുള്ളതല്ലാതെ അയാൾ ആ സ്ത്രീയെ കയറി പിടിക്കുന്നതോ ഒന്നും അതിനകത്തില്ല. പക്ഷേ ഇയാളെ ഈ രീതിയിൽ ഇയാളുടെ പടവും കാണിച്ച് മുഴുവൻ അങ്ങ് പരസ്യം ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ അയാളെ ഒരു നോക്കുകുത്തിയായിട്ട് മാറ്റി. ഈ ചെറുപ്പക്കാരൻ ഒരു നിവൃത്തിയില്ലാതെ അവസാനം ആത്മഹത്യ ചെയ്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ പരസ്യത്തിൻ്റെ പുറത്താണ്. നാട്ടുകാരുടെ മുമ്പിലെല്ലാം അയാൾക്ക് അത്രത്തോളം അപമാനിതനായിട്ട് മാറി, സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് സംഭവിച്ചേക്കുന്നത്. ഇങ്ങനെ വരുന്നുണ്ട്. എന്താണെന്നറിയോ, അതിനൊരു ഒഫൻസ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതായത് BNS-ൻ്റെ 108 ആ സെക്ഷൻ വകുപ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ്, അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഇതാണ്, അതായത് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുക. അതാണ് ഒഫൻസ്. വളരെ വലിയ ഒഫൻസാണ്. അത് അത്ര എളുപ്പമൊന്നും അതിൽ നിന്ന് ഊരിപ്പോകാനൊന്നും പറ്റുകയില്ല. കാരണം ഇത് റെക്കോർഡാണ്. ഈ സ്ത്രീ ഇതുപോലെ ചെയ്തേക്കുന്നത്. അയാളുടെ അച്ഛനും അമ്മയും അയാൾക്കൊരു പിഞ്ച് കുഞ്ഞാവുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആ അച്ഛനും അമ്മയും ഇരുന്ന് പറയുന്നത്, ചോയി എന്നാണ് അച്ഛൻ്റെ പേര്. അയാളുടെയൊക്കെ കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ ഈ വ്ളോഗർ എന്നൊക്കെ പറയുന്ന ഇവക്കൊക്കെ ഇനി ഗുണം പിടിക്കുമോ? എന്ത് കഷ്ടമാണ്. ആ അച്ഛനും അമ്മയ്ക്കും ഈ മോൻ നഷ്ടപ്പെട്ടു, അവൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെടുന്നു, കുഞ്ഞിന് അച്ഛൻ നഷ്ടപ്പെടുന്നു. അതും ഏതാണ്ട് ചിലതിൽ മാധ്യമങ്ങളിൽ 38 വയസ്സെന്ന് കാണുന്നു, 42 വയസ്സെന്ന് കാണുന്നുണ്ട്. എന്തായാലും 42-നും 38-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. എത്രയോ കാലം ജീവിക്കേണ്ട ഒരാളാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ. അയാൾ ആത്മഹത്യ ചെയ്ത ഒറ്റ കാരണം കൊണ്ട് മനസ്സിലാവണം, അയാൾ ഈ പണിക്കിറങ്ങുന്നവനല്ല, ഇതുപോലെ വൃത്തികേടിന് ഇറങ്ങുന്നവനല്ല അയാൾ. ഈ സ്ത്രീകളുണ്ടല്ലോ, ഇപ്പം എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഈ വ്ളോഗർമാർക്ക്. അവർക്ക് എന്തും കാണിക്കാം, ഒരു കുഴപ്പമില്ല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അവരെന്ത് പറഞ്ഞാലും ഇതങ്ങ് പറഞ്ഞാൽ മതിയില്ല, ഈ കാർഡ് അങ്ങ് ഇറക്കിയാൽ മതി. അയാൾ എന്നെ അങ്ങനെ കയറി പിടിച്ചു, തൊട്ടു, എന്നെ പൊതുസ്ഥലത്ത് വെച്ച് ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു. ഇയാളൊന്നും ചെയ്തിട്ടില്ല. ആ മനുഷ്യൻ്റെ എന്തുമാത്രം മനപ്രയാസം കൊണ്ടായിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അയാളുടെ മനസ്സ് നൊന്നിട്ട് അവസാനം അയാൾക്ക് ഒരു നിവൃത്തിയില്ലാതെ അയാൾ ആത്മഹത്യ ചെയ്യുകയാണ്. ഇതിൻ്റെ പാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കും? ഇതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായേ? നാട്ടുകാരുടെ മുമ്പിൽ ആ പാവം മനുഷ്യനെ അപമാനിച്ചപ്പോൾ ഇവർക്ക് എന്ത് കിട്ടി? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ അപവാദങ്ങൾ ഒരാളെ കുറിച്ച് പറയാൻ എളുപ്പമാണ്, പക്ഷേ അയാളുടെ മനസ്സും കൂടെ കാണണ്ടേ. അയാൾ എന്ത് ചെയ്തിട്ടാണ്? അയാളൊന്നും അറിഞ്ഞതല്ല, അയാളൊന്നും ചെയ്തതല്ല. അപ്പോൾ ഇങ്ങനെ ആളുകളെ മനപ്രയാസപ്പെടുത്തി അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുമ്പോൾ ചിന്തിക്കണം, ഇവർ ചെയ്യുന്നത് വലിയൊരു ക്രിമിനൽ കുറ്റമാണെന്ന് ചിന്തിക്കണം. ഇനി സാരമില്ല, ഇവർക്ക് പോയി അകത്ത് കിടന്നാലും നല്ല ശമ്പളവും ആഹാരവും ചാപ്പാടും എല്ലാം കിട്ടുമല്ലോ, കുഴപ്പമില്ല. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഏതായാലും അങ്ങനെ ഒരു വരുമാന മാർഗം തുറന്ന് കിട്ടും. അതാണ് വേണ്ടത്. ഇനി ഇതേപോലെ ആളുകളെ, അതായത് പുരുഷ പീഡനം എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ് ഉള്ളത്. രാഹുൽ ഈശ്വറൊക്കെ പറയുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ
ഇതിനകത്ത് ഈ കേസിൽ ഞാൻ ആ ദീപകിനോടൊപ്പമാണ്. കാരണം ഒന്നും ആ മനുഷ്യനൊന്നും അറിഞ്ഞല്ല. ഇതാണ് യഥാർത്ഥ പുരുഷ പീഡനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പലതും ഉണ്ട്, ഇല്ലാന്നില്ല. എന്നാൽ ഇത് ആ മനുഷ്യന് താങ്ങാൻ വയ്യ. എന്തു ചെയ്യും? സമൂഹത്തിൽ അവൻ്റെ മുഴുവൻ വിലയിടിയല്ലേ, അവൻ്റെ മാനം മുഴുവൻ പോവല്ലേ. ഒരു മനുഷ്യൻ്റെ അന്തസ്സ്, അതായത് റൈറ്റ് ടു ലൈഫിനെ ഹനിക്കുന്ന ഒരു ഒഫൻസാണ് ഈ കാണിച്ചേക്കുന്നത്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയിലുള്ള റൈറ്റ് ടു ലൈഫ്, അതിനെ ഹനിക്കുന്ന ഒരിടപാടാണ് ഈ സ്ത്രീ നടത്തിയേക്കുന്നത്. അപ്പോൾ ഇത് എന്തെങ്കിലും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ വേറെ എത്രയോ പണി ചെയ്യാം. ഇതാണോ ചെയ്യേണ്ടത്? ചിന്തിക്കണം. ഇനിയെങ്കിലും ഒരൊറ്റ സ്ത്രീകളും ഇതുപോലെ പുരുഷന്മാരെ ഇത് പറയരുത്. കാരണം അവരുടെ അന്തസ്സ് കെടുത്തുന്ന കാര്യമാണിത്. അവന് സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടവനാണ്. അത് നടക്കാൻ പറ്റാതെ വരുമ്പോൾ എന്തു ചെയ്യും? ഇപ്പോൾ അൾട്ടിമേറ്റ്ലി അവൻ്റെ കുടുംബത്തിനല്ലേ നഷ്ടം വന്നേക്കുന്നത്. ഇത് ഈ സ്ത്രീക്ക് ഇതും ചെയ്തിട്ടങ്ങ് നടന്നാൽ പോരെ? ഇപ്പോൾ അവൾ ഒളിവിലാണ്. അത്രയും ഒളിച്ച് നടക്കട്ടെ കുറേ നാൾ, അതേ നടക്കൂ. അത്ര എളുപ്പമൊന്നുമല്ല ഇതിൽ നിന്ന് ഊരിപ്പോവാൻ. കാരണം തെളിവുണ്ട്, റെക്കോർഡാണ് ഇതെല്ലാം. അവളെ കാണിച്ചേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആദ്യം ഒരു വീഡിയോ കാണിച്ചു, അതങ്ങ് പോയി. അപ്പം അത് ആൾ ഏൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എന്താണെന്നറിയോ, അത് വളരെ അങ്ങോട്ട് സ്ലോ ആക്കിയിട്ട് ഏതാണ്ട് അവൻ ചെയ്തെന്ന്. അവൻ്റെ കയ്യെങ്ങാണ്ട് ആ സ്ത്രീയുടെ ദേഹത്ത്. ഇവളങ്ങനെ നീ ബസ് കയറാൻ പോരുത്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങൾ തട്ടിപ്പോയെന്നിരിക്കും, അറിയത്തില്ല. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇവൾ കംപ്ലൈൻ്റ് ഒന്നും ചെയ്തില്ലല്ലോ ആരെടുത്തും. അല്ലെ എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്തില്ല? അതിന് പകരം വീഡിയോ എടുക്കുകയാണ്. തട്ടിക്കോ എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുകയാണ്. ഇത് നല്ല സ്വഭാവമാണോ? ആലോചിച്ച് നോക്കിക്കോളൂ. ഇതിലാരാണ് തെറ്റുകാരൻ? അല്ലെ ആരാണ് തെറ്റുകാരി? ദീപകല്ല, ഈ സ്ത്രീ തന്നെയാണ് തെറ്റുകാരി. ഇത് വളരെ മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയായിപ്പോയി. ഒരു നല്ല ഒരു ജീവൻ, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ അതുമൂലം നഷ്ടപ്പെട്ടു. ഒരു കുടുംബത്തിന് തുണയില്ലാതായി.